എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ എത്തിയിരിക്കുന്നത് മൗനരാഗം സീരിയലിന്റെ ഈ വരുന്ന ഒരാഴ്ചയിലെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഈ വരുന്ന ഒരാഴ്ചയിലെ സൂപ്പർ ഹിറ്റ് കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ശാരിയും അതുപോലെ തന്നെ യാമിനിയും കൂടി മുട്ടനിടി നടക്കുകയാണ്. യാമിനി പറയുന്നുണ്ട്, നീ എന്തിനു വന്നാണ് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതെ, എൻ്റെ സാറിനോടും മേഡത്തിനോടും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പുഷ്പം പോലെ ഇവിടുന്ന് അങ്ങ് എടുത്തെറിയൂ എന്നുള്ള കാര്യം ശാരിയോട് പറഞ്ഞതും ശാരിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. വേലക്കാരിയുടെ സ്ഥാനത്ത് നിൽക്കണമെന്നും വേലക്കാരി കൊച്ചമ്മ ചമയാൻ വരണ്ടെന്നും പറഞ്ഞ് ശാരി തിരിച്ചും നല്ല രീതിയിൽ തന്നെ യാമിനിയോട് വഴക്കിടുകയാണ്. ഇവരുടെ രണ്ടുപേരുടെയും ബഹളം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് രൂപ വരികയാണ്. അല്ല, ഇതെന്താ ഇവിടെ ഇതിനു വേണ്ടി ബഹളം ഉണ്ടാക്കുന്നത്? നിങ്ങൾക്കിടയിൽ എന്താ ഇത്ര പ്രശ്നവും ചോദിക്കുമ്പം എൻ്റെ പൊന്നു മേഡം, ഇവര് ഇവിടുത്തെ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വന്ന് നിൽക്കുകയാണ് എന്നും പറഞ്ഞ് യാമിനി രൂപയോട് പറഞ്ഞതും രൂപ പറയുകയാണ്, എന്തായാലും എൻ്റെ ഏട്ടത്തി ഇനി പഴയ സ്വഭാവമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏട്ടത്തിക്ക് അറിയാം വരും വരായികകളൊക്കെ എന്താണ്. അതുകൊണ്ട് ഏട്ടത്തി ഇനി പഴയ സ്വഭാവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഏട്ടത്തിക്ക് തന്നെ ആയിരിക്കും വലിയ നഷ്ടമെന്നും പറഞ്ഞ് രൂപ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പം നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്നുള്ള രീതിയിൽ ശാരി നമ്മുടെ യാമിനിയെ ഭീഷണിപ്പെടുത്തുകയാണ്. യാമിനി വിട്ടുകൊടുക്കുവോ? പുള്ളിക്കാരും ചില്ലറക്കാരി അല്ലല്ലോ. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ കല്യാണി ഒരു കുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നല്ലോ, മേഘ്നയെ. അപ്പം അവളാണെങ്കിൽ അവളുടെ ഭർത്താവിൻ്റെ മരണത്തിലൊക്കെ ഭയങ്കര സങ്കടത്തിലൊക്കെ ഇരിക്കുകയാണ്. ഏതു നേരവും കരച്ചിലും അതുപോലെ അർജുൻ്റെ ഓർമ്മയിലും ഒക്കെ ഇരിക്കുന്ന ആ ഒരു സമയം കല്യാണി വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഒരിക്കലും നഷ്ടപ്പെട്ടു പോയ ഒരാളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്. അപ്പം ആ കുഞ്ഞിനത് ദോഷമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്ക്. ഈ സമയം ഇങ്ങനെ ആലോചിച്ചും വിഷമിച്ചും ഒന്നും തള്ളി നീക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ പരമാവധി സമാധാനം ഇങ്ങനെ മേഘ്നയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം അങ്ങോട്ടേക്ക് ദീപയും വരികയാണ്. ദീപയ്ക്ക് മനസ്സിലായി തൻ്റെ മകള് ചെയ്തിരിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണെന്ന്. എന്തായാലും ദീപയും അതുപോലെ തന്നെ മേഘ്നയെ ആശ്വസിപ്പിക്കുകയാണ്. മോളെ, നിനക്കറിയാവോ ഞാൻ എൻ്റെ കല്യാണി മോളെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എത്രമാത്രം യാതനകളൊക്കെ അനുഭവിച്ചു എന്ന്. ഇവളുടെ അച്ഛനും അമ്മുമ്മയും കൂടി എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് എനിക്ക് തന്നതെന്നും. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ട് വന്നില്ലേ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവങ്ങളും നല്ലതും ചീത്തയും ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നടക്കും. നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് ദീപയും അവളെ ആശ്വസിപ്പിക്കുമ്പം അവളും കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ഇനി അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല. തനിക്ക് ഇനിയുള്ളത് അർജുൻ സമ്മാനിച്ച കുഞ്ഞു മാത്രമാണ്. അർജുൻ്റെ ഓർമ്മയിൽ ആ കുഞ്ഞിനെ വളർത്തിയെടുക്കണം. അത് മാത്രമാണ് ഇനി തനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യവും അവൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നീട് നമ്മുടെ കിരണും അതുപോലെ തന്നെ സേനനും കൂടി സംസാരിക്കുക. എന്ത് വന്നാലും ശാരി വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്, ശാരീനെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കിരൺ പറയുമ്പം അത് ഞാൻ നോക്കി തന്നെയാണ് മോനെ നിൽക്കുന്നത്. ശാരി അവളുടെ എന്തെങ്കിലും ഒരു ഉടായ്പ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൾക്കിട്ട് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തിരിക്കും. അച്ഛാ, ഇത്രയും കാലം അകന്ന് നിന്നതാണ്. ആ ബഗാസുരൻ്റെ ഐഡിയ ആയിരിക്കും ശാരി ആൻറ്റിയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. കല്യാണിയും അതുപോലെ തന്നെ മനോഹറും ഒക്കെ ഇതിന് കൂട്ടു നിൽക്കുന്നുണ്ടാകും. അല്ല മോനെ, നിനക്ക് ആ മനോഹറിനെ വിളിച്ച് രണ്ട് വരട്ടായിരുന്നില്ലെന്ന് സേനൻ ഇങ്ങനെ കിരണിനോട് ചോദിക്കുമ്പോൾ അത് ശരിയാണ്, അവനെ ഞാനൊന്ന് കാണാൻ തന്നെ ഇരിക്കുകയാണെന്നും പറഞ്ഞ് കിരൺ ആണെങ്കിൽ ഇതാ പുറത്തേക്ക് പോവുകയാണ്. നേരെ പോയി നമ്മുടെ മനോഹറിനെ വിളിക്കുമ്പം മനോഹറാണെങ്കിലോ സരയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം സരയു പറയുന്നുണ്ട്, ആരാണ് വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പം അതെൻ്റെ ഒരു ഫ്രണ്ടാണ്, നീ എന്തായാലും ഇവിടെ നിൽക്ക്, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്നും പറഞ്ഞ് മനോഹറാണെങ്കിൽ ദേ നേരെ പോയി നമ്മുടെ കിരണിനെ കാണുകയാണ്. അപ്പം മനോഹറിനെ കണ്ടതും കിരൺ എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയാണ്. അല്ലടാ, നിന്റെ അമ്മായിയമ്മ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ടല്ലോ, എന്താ ശരിക്കും സംഭവം എന്ന് ചോദിക്കുമ്പം അതൊന്നും പറയണ്ട, ബഗാസുരൻ്റെ ഉപദ്രവം മൂത്തിട്ടാണ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതെന്നാണ് സരയു പറഞ്ഞത്. എന്തായാലും എന്തെങ്കിലും ഉടായ്പുണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ചിട്ട് വിവരം തരാൻ കിരൺ സാറേ. സാർ ഒന്നുകൊണ്ട് ഓർത്ത് വിഷമിക്കുമൊന്നും വേണ്ട. അവരും അവളുടെ അച്ഛനും അതുപോലെ അമ്മയും തമ്മിലുള്ള ഗൂഢാലോചനയാണെങ്കിൽ നൈസായിട്ട് സരയുവിനോട് രണ്ട് സ്നേഹമായിട്ട് വർത്താനം പറഞ്ഞാൽ മതി. സരയു എല്ലാ കാര്യങ്ങളും എൻ്റെ മുന്നിലേക്ക് ഇട്ടു തരുമെന്നും പറഞ്ഞ് മനോഹർ കിരണിനോട് യാത്ര പറഞ്ഞ് അവൻ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നീടാണെങ്കിലോ വീട്ടിലെത്തിയ മനോഹറാണെങ്കിൽ നമ്മുടെ സരയുവിനെ ട്രാപ്പ് ചെയ്യാണ്. അല്ല മോളുടെ മമ്മി എന്താ ഇപ്പോൾ പെട്ടെന്ന് രൂപാൻ്റിയുടെ വീട്ടിലേക്ക് പോയത്? എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് ചോദിക്കുമ്പം അതൊന്നുമില്ല, എന്തേ അങ്ങനെ ചോദിക്കാൻ കാര്യമൊന്നും പറഞ്ഞ് സരയു ഇങ്ങനെ തിരിച്ചു ചോദിക്കുമ്പോഴത്തേക്കിനും മനോഹർ ചോദിക്കുകയാണ്, അല്ല എനിക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ട് തോന്നി, അതുകൊണ്ട് ചോദിച്ചതാണ്. അതെ,
അമ്മ ആരോടും പറയരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എൻ്റെ മനുവേട്ടൻ്റെ അടുത്ത് എനിക്ക് പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ മനുവേട്ടൻ്റെ അടുത്ത് പറയാമെന്നും പറഞ്ഞ് നടന്ന കാര്യങ്ങൾ, ആശുപത്രി കിടക്കയിൽ കിടന്ന ബഗാസുരനെ രൂപ കാണാൻ വന്നതും അവിടെ വെച്ച് ബഗാസുരൻ സംസാരിച്ചതും രൂപ തിരിച്ച് സംസാരിച്ച കാര്യങ്ങളും ഒക്കെ ഇവരെല്ലാവരും കൂടി ചേർന്ന് സേനനെ പൂട്ടാൻ വേണ്ടിയുള്ള ഒരു പണിയാണ് ഒരുക്കിയിരിക്കുന്നത്. അത് രൂപാന്റിയുടെ അറിവോട് കൂടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവര് കാര്യങ്ങളൊക്കെ നമ്മുടെ മനോഹറിന്റെ അടുത്ത് അവതരിപ്പിക്കുകയാണ്. അപ്പോഴാണ് എന്തിന്റെ പേരിലാണ് ശാരി അങ്ങോട്ട് പോയതെന്നും ഇനി പിന്നാലെ നമ്മളും അങ്ങോട്ടേക്ക് താമസം മാറും എന്നുള്ള കാര്യമൊക്കെ ഇവർ തീരുമാനിച്ച് വെച്ചിരിക്കുകയാണെന്ന് നമ്മുടെ മനു അറിയുന്നത്. ആഹാ, അപ്പൊ അതൊക്കെയാണ് ഉദ്ദേശം. എന്തായാലും നിന്റെ അപ്പനെ ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് നേരെ നമ്മുടെ ബഗാസുരന്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. ശാരി ഒരു സ്പൈ ആക്കി അയച്ചു വിട്ടിട്ട് ബഗാസുരൻ ഇവിടെ അങ്ങനെ വിലസുകയാണ്. അപ്പൊ പുള്ളിയെ കണ്ടതും പെട്ടെന്ന് തന്നെ മനു ചോദിക്കുന്നുണ്ട്, അല്ല എന്താണ് അമ്മായിയപ്പ ഇങ്ങനെ ഈ വീട്ടിൽ തന്നെ കുത്തിയിരുന്നാ മതിയോ, നമുക്കൊന്നുകൂടെ ഒന്ന് ആശുപത്രി പോകണ്ടേന്ന് ചോദിക്കുമ്പോൾ, ദേ നിന്നോട് പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ മകളുടെ പിന്നാലെ നടന്ന് കളി കളിക്കുന്നത് പോലെയല്ല എൻ്റെ അടുത്ത് കളിച്ചു കഴിഞ്ഞാൽ. നിന്നെ തീർക്കണമെന്ന് വിചാരിച്ചാൽ ഈ നിമിഷം എനിക്ക് സാധിക്കും. പിന്നെ എൻ്റെ മോള് നിന്നെ ഒരുപാടങ്ങ് സ്നേഹിക്കുന്നുള്ളത് കൊണ്ടാണ് ഞാൻ തൽക്കാലം നിന്നെ വിട്ടു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ പറഞ്ഞ് രൂപാന്റിയുടെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ടല്ലോ, അത് എന്തിനാണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി. എന്തായാലും നിങ്ങളുടെ പ്ലാൻ ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ഭാര്യ അവരെല്ലാവരും കൂടി കയറി കെട്ടിച്ചിങ്ങ് വിടും. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ രാഹുലാണെങ്കിലോ ഇവൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, ആ പെണ്ണ് തന്നെ ആയിരിക്കും എല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, ഇവളാണെങ്കിൽ അവനെ മറച്ചിട്ടുള്ള ഒരു പരിപാടി ഇല്ല എന്നും പറഞ്ഞ് രാഹുൽ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇനിയിപ്പോൾ ശാരി തന്നെ ശരണം. ശാരി ഇനി അവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തി എങ്ങനെയെങ്കിലും രൂപയോട് കാര്യങ്ങൾ സംസാരിച്ച് സേനനെ തീർക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. അതിനുവേണ്ടിയാണ് നമ്മുടെ ശാരിയെ പറഞ്ഞ് അങ്ങോട്ട് വിട്ടിരിക്കുന്നത് തന്നെ. പക്ഷേ ഇവരുടെ ദുരുദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കിരണിന്റെ അടുത്ത് പോയി മനോഹർ സംസാരിക്കുകയാണ്. അപ്പൊ മനോഹറും അതുപോലെ കല്യാണിയും കിരണും കൂടി നിൽക്കുമ്പോഴാണ് മനോഹരൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞതും അപ്പൊ അതൊക്കെയാണല്ലേ ശാരി ആന്റിയുടെ ഉള്ളിലിരിപ്പ്. ശാരി ആന്റിക്ക് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തോളാം. ഇനി ഒരു കാരണവശാലും ശാരി ആന്റി ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും ജീവിതത്തിൽ കയറി കളിക്കില്ല. ബഗാസുരൻ ആരെയാണ് പറ്റിക്കുന്നതെന്നും ആരുടെ ജീവിതത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും ഉള്ള കാര്യം അത് അവരറിയേണ്ടുന്ന സമയമായി എന്ന് വിചാരിച്ച് തന്നെ നമ്മുടെ കിരൺ രണ്ടും കൽപ്പിച്ച് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പൊ കല്യാണി പറയുന്നുണ്ട്, അതിപ്പോ തന്നെ പറയണോ? അത് പറയേണ്ട സമയമായെന്നും പറഞ്ഞ് കല്യാണിയോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞതാ നമ്മുടെ ശാരിയെ കാണാൻ വേണ്ടി പോവുകയാണ്. ശാരിയുടെ അടുത്ത് ചെന്നതും നമ്മുടെ കിരൺ പറയുന്നുണ്ട്, അതെ ആൻറ്റി നിങ്ങൾ വന്നേ, ആൻറ്റിയോട് എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. എന്താ മോനെ, എന്താ കിരൺ മോനെ എന്ന് ചോദിച്ച് നമ്മുടെ ശാരി നല്ല അനുസരണമുള്ളൊരു കുട്ടി ചെല്ലുന്ന പോലെ കിരണിന് പിന്നാലെ ചെല്ലുകയാണ്. നിങ്ങളുടെ ഉദ്ദേശവും നിങ്ങളുടെ ദുരുദ്ദേശവും ഒക്കെ എനിക്ക് മനസ്സിലായി. നിങ്ങൾ എന്തിനാണ് എൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നതെന്നുള്ള കാര്യവും എനിക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ അച്ഛൻ ചതിച്ചതാണെന്നും എൻ്റെ അച്ഛൻ്റെ സ്വഭാവം മോശമാണ് എന്നൊക്കെ പറഞ്ഞു പരത്തിയത് നിങ്ങളുടെ ഭർത്താവാണ്, അതായത് എൻ്റെ അങ്കിള്. അയാൾ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കാൻ ഒരു കാരണമൊക്കെ ഉണ്ടായിരുന്നു. അത് ശാരി ആന്റിക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ, അത് എല്ലാവരും പറഞ്ഞ് എനിക്കറിയാമല്ലോ. രൂപയും അതുപോലെ തന്നെ സേനനും പിരിയാനുള്ള കാരണവും അത് തന്നെ ആണല്ലോ. നിന്റെ അച്ഛന് ആ താരയുമായിട്ടുള്ള ബന്ധം, അതുകൊണ്ടാണല്ലോ ഇത്ര കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നിന്റെ അച്ഛനും അമ്മയും ഇത്ര വർഷങ്ങളോളം അകന്ന് ജീവിക്കേണ്ടിയൊക്കെ വന്നത് അതെല്ലാവർക്കും അറിയാവുന്നതാണ് എന്നും പറഞ്ഞ് ശാരി കാര്യങ്ങളൊക്കെ അങ്ങ് പറയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ സ്വന്തം മകളായിട്ട് കൊണ്ടു നടക്കുന്ന സരയു നിങ്ങളുടെ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പം, അതെന്താ കിരണേ നീ അങ്ങനെ പറഞ്ഞത്? അവളെ എൻ്റെ മോളല്ലേ, ഞാൻ പ്രസവിച്ച എൻ്റെ മോള്. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. മിണ്ടാപ്രാണിയായിട്ടുള്ള താരാൻ്റെ എന്തിനാ ഇടക്കിടക്ക് വീട്ടിൽ വന്ന് സരയു എൻ്റെ മകളാണെന്ന് പറയുന്നത്? അത് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പം നമ്മുടെ ശാരി ഒരു നിമിഷം മിണ്ടാതെ നിൽക്കുകയാണ്. ഇവനിത് എന്താ പറഞ്ഞു വരുന്നേന്ന് അറിയാതെ ശാരി ടെൻഷനായി നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കിരൺ ആ സത്യം അങ്ങ് പറയുകയാണ്. അതെ, താരയ്ക്കും രാഹുലിനും ഉണ്ടായ മകളാണ് സരയു, അല്ലാതെ ശാരി ആന്റി പ്രസവിച്ച മകളല്ല. അതുകൊണ്ട് മാത്രമാണ് താരയെ തേടി
നമ്മുടെ സരയുവിനെ തേടി ശാരി ആൻറ്റി ആ വീട്ടിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ നമ്മുടെ ശാരി മൊത്തത്തിൽ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. നീ എന്താ കിരൺ ഈ പറയുന്നത്? ജയിക്കാൻ വേണ്ടി അതും ഇതും പറയരുത് എന്നും പറഞ്ഞ് ശാരി കിരണിനോട് കാര്യങ്ങൾ ഒന്നുകൂടി അന്വേഷിക്കുമ്പം ഇതാണ് ആൻറ്റി സത്യം, ഈ സത്യങ്ങളെല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അറിയാത്തത് നിങ്ങൾ മാത്രമാണ് എന്നും പറഞ്ഞ് കിരൺ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുമ്പോഴത്തേക്കിനും ശാരിക്ക് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ അവൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുക. താര തൻ്റെ വീട്ടിൽ വന്നതും മകള് എൻ്റെ മകളാണെന്നും പറഞ്ഞ് ആംഗ്യഭാഷയിൽ കാണിച്ചതും ഒക്കെ. അപ്പം താൻ ഇത്രയും കാലം പോറ്റി വളർത്തിയത് തൻ്റെ കുഞ്ഞല്ല എന്ന് അറിയുമ്പോഴത്തേക്കിനും ശാരി അങ്ങ് തകർന്നു. ശാരിക്ക് ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ളത് നിങ്ങളുടെ ഭർത്താവാണ്. രാഹുലും താരാൻ്റിയും തമ്മിലുള്ള ബന്ധമായിരുന്നു യഥാർത്ഥത്തിൽ നടന്നത്. പക്ഷേ സ്വത്തും പണവും ഒക്കെ മോഹിച്ച് എൻ്റെ അമ്മയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് അങ്കിൾ ഒറ്റൊരുത്തനാണ്. അയാൾ ഇത്രയും കാലം നിങ്ങളെയും ചതിക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പം ശാരി തകർന്നു കേട്ടോ. ശാരിയാണെങ്കിലും എന്നാൽ അയാളെ ഇന്ന് ഞാൻ കൊന്നിരിക്കുമെന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകുകയാണ്. നേരെ നമ്മുടെ ബഗാസുരന്റെ അടുത്തേക്ക് എത്തുന്ന ശാരിയാണ് കാണുന്നത്. പിന്നെ ആണെങ്കിലും ഒന്നും പറയണ്ട, ശാരിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ബഗാസുരൻ പകച്ചു നിൽക്കുന്നതായിട്ടാണ് ഈ വരുന്ന ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിൽ വന്നിരിക്കുന്നത്. അപ്പം എപ്പോഴും പറയുന്നത് പോലെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്